പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ നിമിഷം നിങ്ങൾ ഏതവസ്ഥയിലാണ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷകളൊന്നുമില്ലെന്ന് കരുതി തകർന്നിരിക്കുകയാണോ നിങ്ങൾ? മറ്റുള്ളവരുടെ മുൻപിൽ ചിരിക്കുമ്പോഴും രാത്രിയിൽ ആരും കാണാതെ തലയിണയിൽ മുഖമമർത്തി കണ്ണീരൊഴുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദൈവമേ, എൻ്റെ കടങ്ങൾ ഞാൻ എങ്ങനെ വീട്ടും? നാളെ കടക്കാർ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ ഞാൻ എവിടെ പോകും? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പോലും വഴിയില്ലല്ലോ എന്നോർത്ത് വിറയ്ക്കുന്ന ഭവനങ്ങളിലാണോ നിങ്ങൾ? എൻ്റെ മക്കൾക്ക് എന്നാണ് ഒരു ജോലി കിട്ടുക? എൻ്റെ മകൻ്റെ വിവാഹ തടസ്സങ്ങൾ എന്ന് മാറും? ശരീരത്തെ മുഴുവൻ തളർത്തുന്ന ഈ രോഗം എന്നെ വിട്ടുമാറില്ലേ? എൻ്റെ കുടുംബത്തിലെ വഴക്കും ഭിന്നതയും എന്ന് അവസാനിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ വഴിമുട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. കരയേണ്ട, ഇനി നിങ്ങൾ തനിച്ചല്ല. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, സ്വന്തക്കാർ കളിയാക്കി ഉപേക്ഷിച്ചാലും, ഉപേക്ഷിക്കാത്ത ഒരു ഈശോ നിങ്ങളുടെ അരികിലുണ്ട്. അവിടുന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, തകർന്നു പോയ ഹൃദയത്തോടെ, നിറകണ്ണുകളോടെ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിലേക്ക് വരുന്നു. യേശുവേ, ഞങ്ങൾക്കിനി ആരുമില്ല ബാക്കി. മനുഷ്യൻ്റെ വാഗ്ദാനങ്ങളെല്ലാം വ്യാജമായിരുന്നു. ഈശോയെ, സഹായിക്കുമെന്ന് പറഞ്ഞവരെല്ലാം ആവശ്യ സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ച് വഞ്ചിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് സകലത്തിൻ്റെയും ഉടയവനായ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ വീണ് കരയുകയാണ്. ഞങ്ങളെ കാണണേ തമ്പുരാനെ. ഈ നിമിഷം ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും സങ്കടങ്ങൾ അങ്ങ് കാണണമേ. ഞങ്ങളുടെ അന്ധകാരത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ചൊരിയണമേ. ദാവീദിൻ്റെ പുത്ര ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ. എൻ്റെ അനീതികളെല്ലാം മാറ്റി എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഈശോയെ, കാൽവരി മലമുകളിൽ ഞങ്ങൾക്കായി തകർക്കപ്പെട്ട എൻ്റെ നാഥ, ഈ നിമിഷം എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു ഞാൻ അങ്ങയുടെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുകയാണ്. അവിടുത്തെ തിരുശിരസിൽ ആഴത്തിൽ തുളച്ചു കയറിയ ആ മൂർച്ചയുള്ള മുള്ളുകൾ എൻ്റെ മനസ്സിൻ്റെ അഹങ്കാരം കൊണ്ടും ഞാൻ ചിന്തിച്ച ദുരാഗ്രഹങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയതാണല്ലോ ഈശോയെ. അങ്ങയുടെ തിരുമുഖത്തു നിന്ന് പഴുപ്പും ചോരയും കലർന്ന് ഒഴുകിയിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെയും മുഖത്തെയും ദൈവഹിതത്തിന് വിശുദ്ധമായി ഉപയോഗിച്ച നിമിഷങ്ങളാണ് നാഥ അവിടെ തെളിയുന്നത്. അങ്ങയുടെ മാംസം പിളർന്ന് ലത്തോസ്തിരിയിൽ വെച്ച് ചാട്ടവാറടിയേറ്റപ്പോൾ ഉതിർന്നു വീണ ഓരോ തിരുരക്തവും എൻ്റെ പാപങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ ശാപങ്ങൾക്കും എൻ്റെ വിട്ടുമാറാത്ത രോഗങ്ങൾക്കും സൗഖ്യം നൽകാൻ വേണ്ടിയുള്ളതായിരുന്നുവല്ലോ. എൻ്റെ ഈശോയെ, വിറയ്ക്കുന്ന ഹൃദയത്തോടെ ഇതാ ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു. നാവിനാലും വാക്കുകളാലും ചെയ്ത അപരാധങ്ങൾ, എൻ്റെ ഈശോയെ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപവാദങ്ങളും നുണകളും സത്യവിരുദ്ധമായ കാര്യങ്ങളും എൻ്റെ നാവുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യം സഹിക്കാനാകാതെ എൻ്റെ പ്രിയപ്പെട്ടവരെയും സ്വന്തം മക്കളെയും ശപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈശോയെ, പാപിയായ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ നാവിനെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കണ്ണുകളാലും ചിന്തകളാലും കടന്നുകൂടിയ അശുദ്ധി, ലോകത്തിൻ്റെ മായാക്കാഴ്ചകളിൽ മയങ്ങി എൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ എടുത്തു നിറച്ച അശുദ്ധമായ നോട്ടങ്ങൾ, കാണരുതാത്ത ദൃശ്യങ്ങൾ, രഹസ്യമായി ചെയ്ത തെറ്റുകൾ, ആരും കാണില്ലെന്ന് കരുതി മനസ്സിൽ കൊണ്ടുകിടന്ന പാപചിന്തകൾ, നാഥ, സകലതും അറിയുന്ന അങ്ങയുടെ കണ്ണുകൾക്ക് മുൻപിൽ ഞാനിതാ നഗ്നനായി നിൽക്കുന്നു. എൻ്റെ അശുദ്ധികളെയെല്ലാം അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ ദഹിപ്പിച്ച് കളയണമേ. മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പകയും വിദ്വേഷവും, എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ ചതിച്ചവരോട്, എൻ്റെ കുടുംബത്തെ തകർത്തവരോട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന കടുത്ത പകയും വിദ്വേഷവും ക്ഷമയില്ലായ്മയും ഞാൻ ഓർക്കുന്നു. ഈശോയെ, അവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ഞാൻ വാശി പിടിച്ച നിമിഷങ്ങളുണ്ട്. എന്നാൽ കുരിശിൽ കിടന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോയെ, ആ സ്നേഹത്തിന് മുൻപിൽ എൻ്റെ വാശി ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ വേദനിപ്പിച്ച എല്ലാവർക്കും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി ക്ഷമ നൽകുന്നു. അവരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ കല്ല് പോലുള്ള കഠിനത മാറ്റി മാംസളമായ ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ. അല്പവിശ്വാസവും ദൈവത്തെ വിട്ടുപോയ അവസ്ഥയും, ജീവിതത്തിൽ പ്രതിസന്ധികളും കടബാധ്യതകളും രോഗങ്ങളും വന്നപ്പോൾ, ദൈവമേ, അങ്ങെന്നെ കൈവിട്ടുവെന്ന് കരുതി ഞാൻ പരാതി പറഞ്ഞു, പ്രാർത്ഥന ഉപേക്ഷിച്ചു. ജ്യോത്സ്യന്മാരുടെയും അന്ധവിശ്വാസങ്ങളുടെയും വഴികളിലേക്ക് ഞാൻ അറിയാതെ തിരിഞ്ഞുപോയി. സർവ്വവ്യാപിയായ അങ്ങയെ ഉപേക്ഷിച്ച് മായകളെ തേടിപ്പോയ എൻ്റെ അല്പവിശ്വാസത്തിന് മാപ്പ് തരണമേ നാഥ.
ഓ അമൂല്യമായ യേശുവിന്റെ തിരുരക്തമേ, കാൽവരിയിൽ തകർക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവുമാകുന്ന ദിവ്യകാരുണ്യ ഉറവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും തലമുടി ഇഴ മുതൽ ഉള്ളങ്കാൽ വരെ ഇപ്പോൾ തന്നെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. ഇവരുടെ മനസ്സിലെ ഭയങ്ങളും പാപബോധത്തിന്റെ വിങ്ങലുകളും വിഷാദത്തിന്റെ അന്ധകാരവും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. തലമുറകളായി പാരമ്പര്യമായി കടന്നുവന്ന സകല ശാപക്കെട്ടുകളും യേശുവിന്റെ തിരുരക്തത്തിൽ മുങ്ങി ദഹിച്ചു പോകട്ടെ. എൻ്റെ ഈശോയെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മകനെ, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന അവിടുത്തെ ദൈവീക സ്വരം എൻ്റെ ആത്മാവിൽ ഞാൻ കേൾക്കുന്നു. അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനായി, ആശ്വാസത്തിനായി കോടാനുകോടി സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, കാൽവരി കുരിശിൻ ചുവട്ടിൽ തൻ്റെ ഏകമകൻ്റെ യാഗത്തിന് സാക്ഷ്യം വഹിച്ച് ഹൃദയം വാളാൽ തുളയ്ക്കപ്പെട്ട വ്യാകുല മാതാവേ, അമ്മയെ എന്ന് വിളിച്ചു കരയുന്ന ഒരു മകനെയും ഒരു മകളെയും അമ്മ ഇതുവരെ കൈവിട്ടിട്ടില്ലല്ലോ. ഈ നിമിഷം എൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന അന്ധകാരത്തെ അമ്മ കാണുന്നുണ്ടല്ലോ. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയോട് ഓടിച്ചെന്ന് അപേക്ഷിച്ച് അത്ഭുതം നടത്തി തന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ വീട്ടിൽ സമാധാനം തീർന്നു പോയിരിക്കുന്നു, സന്തോഷം തീർന്നു പോയിരിക്കുന്നു, സാമ്പത്തികം തീർന്നു പോയിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, കടക്കാരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ എൻ്റെ മക്കൾ സങ്കടപ്പെടുമ്പോൾ മാതാവേ, അവിടുത്തെ മാതൃഗണങ്ങളാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അമ്മയുടെ തിരുമേലങ്കിയാൽ എൻ്റെ കുടുംബത്തെ മൂടണമേ. എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ അരികിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും അധ്വാനികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യോസേപ്പ് പിതാവേ, നിശബ്ദനായി ഈശോയെയും പരിശുദ്ധ അമ്മയെയും പരിപാലിച്ച നന്മയുള്ള പിതാവേ, എൻ്റെ ഭവനത്തിലേക്ക് അങ്ങയുടെ കണ്ണുകൾ തിരിക്കണമേ. വാടക കൊടുക്കാൻ കഴിയാതെ, വീട്ടുചെലവുകൾ നടത്താൻ കഴിയാതെ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അങ്ങ് കാണണമേ. തിരുക്കുടുംബത്തിന് ദൈവത്തിൻ്റെ പരിപാലന എത്തിച്ചതുപോലെ എൻ്റെ വീട്ടിലേക്കും ആവശ്യമായ വരുമാനവും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സഹനങ്ങളുടെ മധ്യത്തിലും ഈശോയെ സ്നേഹിച്ച് പുഞ്ചിരിച്ച ഭാരതത്തിൻ്റെ പുണ്യകുസുമമേ, വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും വിട്ടുമാറാത്ത രോഗങ്ങളെയും വേദനകളെയും അങ്ങ് കാണണമേ. ഡോക്ടർമാർ കൈവിട്ട രോഗങ്ങൾ, ശരീരത്തെ തളർത്തുന്ന വിട്ടുമാറാത്ത വേദനകൾ, മനസ്സിലെ വിഷാദരോഗം എന്നിവയാൽ വലയുന്ന ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. രോഗങ്ങളെ ദൈവഹിതത്തിന് കീഴടക്കി സഹിക്കുവാനുള്ള കരുത്തും അതിൽ നിന്നുള്ള അത്ഭുത രോഗശാന്തിയും ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. വിശുദ്ധ അൽഫോൻസാമയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, അസാധ്യ കാര്യങ്ങളുടെയും ഉപേക്ഷിക്കപ്പെട്ട നിലവിളികളുടെയും മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസേ, മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന വഴിമുട്ടി നിൽക്കുന്ന എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ്ങ് തിരിഞ്ഞു നോക്കണമേ. ഇനി ഒരു വഴിയുമില്ല എന്ന് കരുതുന്ന എൻ്റെ കടബാധ്യതകൾക്ക്, വിട്ടുമാറാത്ത സാമ്പത്തിക പ്രയാസങ്ങൾക്ക്, തീരാത്ത കേസ് വഴക്കുകൾക്ക് ഒരു അത്ഭുത പരിഹാരം ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാതുവായിലെ വിശുദ്ധ അന്തോനീസേ, അത്ഭുത പ്രവർത്തകനായ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നൽകുന്ന വിശുദ്ധ അന്തോനീസേ, എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും നഷ്ടപ്പെട്ടു പോയ സമാധാനവും നഷ്ടപ്പെട്ട സന്തോഷവും ചോർന്നുപോയ ആത്മീയ ചൈതന്യവും കൈവിട്ടുപോയ ധനവും ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കണമേ. വഴിതെറ്റിപ്പോയ മക്കളെ തിരികെ ദൈവവഴിയിലേക്ക് കൊണ്ടുവരണമേ. വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകരുണയുടെ അപ്പോസ്തലനായ വിശുദ്ധ ഫൗസ്റ്റീന, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അതിരറ്റ കരുണ എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകിത്തരണമേ. എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയുടെ വാതിലടയില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ മൂടണമേ. വിശുദ്ധ ഫൗസ്റ്റീന, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചിത്രേസ്യാമേ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് റോസാപ്പൂമഴ പെയ്യിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വിശുദ്ധ കൊച്ചിത്രേസ്യാമേ, എൻ്റെ അല്പവിശ്വാസത്തെ മാറ്റി കുഞ്ഞിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിരാശകൾക്കും കഷ്ടപ്പാടുകൾക്കും മേൽ ദൈവാനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ റോസാപ്പൂമഴ പെയ്യിക്കണമേ. വിശുദ്ധ കൊച്ചിത്രേസ്യാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാദ്രേ പിയോ, ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ സ്വന്തം ശരീരത്തിൽ പേറി പ്രാർത്ഥനയുടെ ശക്തി ലോകത്തിന് കാണിച്ചു തന്ന വിശുദ്ധ പാദ്രേ പിയോ, പ്രാർത്ഥിക്കുക, ആശങ്കപ്പെടാതിരിക്കുക എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ പ്രതിപുരുഷ, ഞങ്ങളുടെ മനസ്സിലെ ഭയങ്ങളെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മാറ്റി ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ദുഷ്ടശക്തികളുടെ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. വിശുദ്ധ പാദ്രേ പിയോ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ച,
കുടുംബ കൂട്ടായ്മകളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും മധ്യസ്ഥനായ വിശുദ്ധ ചാവറയച്ച ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളെയും ഭാവിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ലോകത്തിലെ തിന്മകളിലും ലഹരിയുടെ വഴികളിലും മക്കൾ അകപ്പെടാതെ ദൈവഭയവും ജ്ഞാനവും ഉള്ളവരായി വളരുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കണമേ. അവരുടെ തൊഴിൽ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ചാവറയച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം ത്രേസ്യ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ ജീവിതം സമർപ്പിച്ച വിശുദ്ധ മറിയം ത്രേസ്യ, സ്നേഹമില്ലാതെ ഭിന്നതയും വഴക്കും നിറഞ്ഞ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അകൽച്ചകൾ മാറി മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ദൈവത്തിൻ്റെ സമാധാനവും ഐക്യവും തിരികെ കൊണ്ടുവരാൻ അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം ത്രേസ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മദർ തെരേസ, ആരുമില്ലാത്തവരുടെ അനാഥത്വത്തിൽ ഈശോയെ കണ്ട വിശുദ്ധ മദർ തെരേസ, ഒറ്റപ്പെടലും അവഗണനയും മനസ്സിൻ്റെ നിരാശയും അനുഭവിക്കുന്ന എൻ്റെ ഹൃദയത്തിന് ദൈവിക ആശ്വാസം നൽകണമേ. മനുഷ്യരിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ തകരുമ്പോൾ ഈശോയുടെ അളവറ്റ സ്നേഹം അനുഭവിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. വിശുദ്ധ മദർ തെരേസ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുന്ന് പ്രപഞ്ചത്തിൻ്റെ സകല സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണല്ലോ. അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഇന്ന് കടം വാങ്ങി മുടിഞ്ഞ് അപമാനിക്കപ്പെട്ടു നിൽക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ദൈവമേ. കടക്കാരുടെ ഫോൺ കോളുകൾ വരുമ്പോൾ, വാതിലിൽ മുട്ടുകേൾക്കുമ്പോൾ നെഞ്ചുവിറയ്ക്കുകയാണ്. അപമാനം ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണല്ലോ ഞങ്ങൾ. കർത്താവേ, ഏലീശ പ്രവാചകന്റെ കാലത്ത് വിധവയുടെ വീട്ടിലെ എണ്ണപാത്രം പറ്റാതെ അനുഗ്രഹിച്ച, കടങ്ങൾ വീട്ടാൻ സഹായിച്ച എൻ്റെ ദൈവമേ, ഇന്നെൻ്റെ ഭവനത്തിലെ ശൂന്യതയിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. എൻ്റെ സകല കടങ്ങളും അടച്ചു തീർക്കാൻ തക്കവണ്ണമുള്ള വരുമാന മാർഗങ്ങൾ എനിക്ക് തുറന്നു തരണമേ. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ശത്രുക്കൾ കൊണ്ടുപോകാതെ അത് അനുഭവിക്കാൻ എനിക്ക് കൃപ തരണമേ. സാമ്പത്തികമായ എല്ലാ സാത്താനിക കൂട്ടുകെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഐശ്വര്യവും സമൃദ്ധിയും ഈ ഭവനത്തിലേക്ക് ഒഴുക്കി തരണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന സകല രോഗങ്ങളെയും ഈ നിമിഷത്തിൽ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗത്തിൻ്റെ സകല കോശങ്ങളും യേശുവിൻ്റെ തിരുരക്തത്തിൽ കഴുകി ദഹിച്ചു പോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി തകരാറുകൾ, പ്രമേഹം, സ്ട്രോക്ക്, പ്രഷർ എന്നിവ അവിടുത്തെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത തലവേദനകൾ, അസ്ഥിവേദനകൾ, ശരീര തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനസ്സിനെ വേട്ടയാടുന്ന വിഷാദരോഗം, ഭയം, പേടി സ്വപ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ആകുലതകൾ എന്നിവ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. അങ്ങയുടെ അടയാളങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആയുർസൗഖ്യം നൽകണമേ. യേശുവേ നാഥ, ഞങ്ങളിൽ കരുണയുണ്ടാകണമേ. എൻ്റെ ഈശോയെ, ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. എത്രയോ വർഷമായി പഠിച്ചിട്ടും യോഗ്യതയുണ്ടായിട്ടും അഭിമുഖങ്ങളിൽ പങ്കെടുത്തിട്ടും ഒരു നല്ല ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ സങ്കടം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അവരുടെ ഉദ്ധാനത്തിന് അനുയോജ്യമായ ഒരു നല്ല ജോലി അവിടുന്ന് തുറന്നു കൊടുക്കണമേ. യേശുവേ നാഥ, നാട്ടിലോ വിദേശത്തോ അവർക്കായി നിശ്ചയിച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. അവരുടെ വഴികളിലെ സകല അനാവശ്യ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രായം കടന്നുപോയിട്ടും എത്ര ആലോചനകൾ വന്നാലും ഒന്നും ശരിയാകാതെ സങ്കടപ്പെടുന്ന മക്കളെ അങ്ങ് കാണുന്നുണ്ടല്ലോ നാഥ. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കളിയാക്കലുകൾക്ക് മുൻപിൽ തളർന്നുപോയ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഉയർത്തണമേ. അവർക്ക് ചേർന്ന ദൈവഭയമുള്ള, സ്നേഹമുള്ള ഒരു നല്ല ജീവിത പങ്കാളിയെ കിട്ടുവാൻ അവിടുന്ന് വഴിയൊരുക്കണമേ. കുടുംബ പാരമ്പര്യമായി വരുന്ന സകല വിവാഹ തടസ്സങ്ങളും ശാപക്കെട്ടുകളും യേശുവിൻ്റെ തിരുനാമത്തിൽ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങളിലെ വഴക്കും ഭിന്നതയും ഉണ്ടാകുന്ന സകല അന്ധകാര ശക്തികളെയും അവിടുന്ന് നീക്കിത്തരണമേ. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അവിഹിത ബന്ധങ്ങൾക്കും അടിമപ്പെട്ട് കുടുംബജീവൻ തകർക്കുന്ന ദുരാത്മാക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഈ ഭവനം വിട്ടുപോകുവിൻ. ഭർത്താവും ഭാര്യയും തമ്മിൽ ദൈവീക സ്നേഹത്തിലും സമാധാനത്തിലും കഴിയട്ടെ. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കട്ടെ. ഈ വീട് ഒരു ചെറിയ സ്വർഗമായി മാറട്ടെ. ഈശോയെ ആരാധന, ദിവ്യകാരുണ്യനാഥന് ആരാധന. ജീവനുള്ള ദൈവമേ, പരിശുദ്ധ ദിവ്യകാരുണ്യനാഥ, ഇതാ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവരുടെ ഭവനങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ ഇറങ്ങിപ്പോകുന്നു. നിങ്ങളുടെ കണ്ണുനീര് സന്തോഷമായി മാറുന്നു. ഈശോ അരുളി ചെയ്യുന്നു, മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടുകഴിഞ്ഞു. നിങ്ങളുടെ ശരീരത്തിലെ രോഗവേദനകൾ മാഞ്ഞു പോകുന്നത് അനുഭവിക്കുക. മനസ്സിലെ ഭാരം ഇറങ്ങിപ്പോകുന്നത് അനുഭവിക്കുക. യേശു ഇപ്പോൾ നിങ്ങളുടെ ശിരസിൽ തൊടുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീരണിഞ്ഞ ഈ പ്രാർത്ഥന കേട്ടതിനായി കൊടാനുകൂടി നന്ദി. അവിടുത്തെ ദിവ്യസാന്നിധ്യം ഈ മുറിയിൽ, ഈ ഭവനത്തിൽ ഇപ്പോൾ വന്നിറങ്ങിയതായി
ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇതുവരെ ഞങ്ങളെ വേട്ടയാടിയ ഭയങ്ങളും രാത്രികളിൽ ഉറക്കമില്ലായ്മയും കടബാധ്യതകളുടെ നെഞ്ചിടിപ്പും രോഗങ്ങളുടെ വേദനകളും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ദഹിച്ചു പോയതിനായി നന്ദി. ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, എൻ്റെ കടബാധ്യതകൾക്ക് അത്ഭുതകരമായി വഴി തുറന്നു കഴിഞ്ഞു. എൻ്റെ ശരീരത്തിലെയും മനസ്സിലെയും രോഗങ്ങൾ മാറി പരിപൂർണ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. എൻ്റെ മക്കളുടെ ജോലി തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയി. എൻ്റെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും ദൈവിക സമൃദ്ധിയും വീണ്ടും നിറഞ്ഞു കഴിഞ്ഞു. കർത്താവേ, ഇനി ഞങ്ങൾ കരയില്ല, നിരാശപ്പെടില്ല. ലോകം ഞങ്ങളെ തള്ളി പറഞ്ഞാലും അവിടുന്ന് ഞങ്ങളെ കരങ്ങളിൽ എത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് ഞങ്ങളെ കരങ്ങളിൽ ഏന്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സകല ഉദ്യമങ്ങളെയും അങ്ങയുടെ മാതൃമേലങ്കിയുടെ കീഴിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദര, ഈ പ്രാർത്ഥനയിലുടനീളം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊട്ടുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ, വിടുതലാവശ്യമുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ആവശ്യങ്ങൾ എന്നിവ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വ്യക്തമായി കുറിക്കുക. ഇത് കമൻ്റായിട്ട് നിങ്ങൾ കാണരുത്. ഇത് ദൈവത്തിലേക്കുള്ള നമ്മളുടെ നിയോഗങ്ങളാണ്. ഞങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾ പേരെടുത്ത് വായിച്ച് നിങ്ങൾക്കായി ദൈവസന്നിധിയിൽ തിരി കത്തിച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ്. സങ്കടപ്പെടുന്നവർക്കും രോഗത്താൽ വലയുന്നവർക്കും ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്നവർക്കും ദൈവത്തിൻ്റെ ആശ്വാസം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ വലിയൊരു ആത്മീയ കടമയാണ്. അതിനാൽ മനസ്സ് തകർന്നിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, കൂട്ടുകാരിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് പ്രാർത്ഥന ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ പ്രാർത്ഥന ഒരാളുടെ ജീവനെങ്കിലും രക്ഷിച്ചേക്കാം. ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ നൽകിയേക്കാം. തുടർന്നും ഇതുപോലുള്ള ആഴമേറിയ മഹാധ്യാനങ്ങളിലൂടെയും ദൈവവചന പ്രാർത്ഥനകളിലൂടെയും ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ, ദൈവീക അനുഗ്രഹങ്ങൾ നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ഭാഗമാകുക. സമാപന പ്രാർത്ഥന. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസവും കൂട്ടായ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ഈ പ്രാർത്ഥന കേൾക്കുന്ന സകലരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങൾക്ക് പുറമെ ദൈവം അനുദിന ജീവിതത്തിൽ നമുക്ക് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി എഴുതി അറിയിക്കണം. അത് നമുക്ക് പ്രാർത്ഥനാ നിയോഗം എഴുതുന്നതിന് മുമ്പ് ആദ്യം ഇന്ന് ഈ നിമിഷം വരെ ദൈവം നമ്മളിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി എല്ലാവരും പറയണം ദൈവത്തോട്. എന്നിട്ട് വേണം നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ എഴുതാൻ. നിയോഗങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ പേര് കൂടെ അതിനോട് ചേർത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.